ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 13 തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് നമുക്ക് കടന്നു വരാം. ലോക, ബാൾട്ടി, ഫെമിനിച്ച് ഫാത്തിമ, കാന്താര തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് മുന്നോടിയായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ചെയ്യുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ കഴിയുള്ളൂ. നമുക്ക് ആദ്യമായി ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. ഇന്ന് 18ാം ദിനമാണ് ബാൾട്ടിയുടേത്. 143 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 3000-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഈ തിങ്കളാഴ്ച വിറ്റുപോയിരിക്കുന്നത്. 11% ഒക്യുപ്പൻസിയിൽ 4.5 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഏകദേശം 10 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇന്നലെ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനായിരുന്നു. 12,500-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 20 ലക്ഷം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ട്രാക്കിംഗ് മുഖാന്തരം 7,37,00,000 രൂപയാണ് വന്നിരിക്കുന്നത് സിനിമയ്ക്ക്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8.5-9 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ബാൾട്ടി ഫൈനൽ റണ്ണിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഒരാഴ്ച കൂടി ഒരുപക്ഷെ സിനിമ ഓടുകയാണെങ്കിൽ നമുക്ക് ഓടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് കാന്താരയുടെ കാര്യങ്ങളിലേക്ക് വരാം. കാന്താര വീണ്ടും ഞെട്ടിച്ചു കൊണ്ടുപോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമായി സിനിമ മുന്നോട്ട് പോവുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമ 41 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 1,293 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 65,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 1 കോടി 3 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് 1 കോടി 25 ലക്ഷം രൂപയോളം ട്രാക്കിങ്ങിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 1.5 കോടിക്ക് മുകളിൽ ഇന്ന് കളക്ഷൻ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായിട്ട് സിനിമ 2 കോടിക്ക് താഴെ പോകുന്ന ഒരു ദിനമായിരിക്കും. ഇന്നലെയും മിനിങ്ങാന്നും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഏകദേശം 7 കോടിക്ക് മുകളിലാണ് 2 ദിവസമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. കേരളത്തിൽ നിന്ന് മാത്രമേ 46 കോടി എത്തിയ സിനിമ ഇന്നത്തേതോടെ 47 കോടിക്ക് മുകളിലേക്ക് എത്തുന്നതാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 650 കോടി കടന്ന പോസ്റ്ററുകൾ പുറത്തു വരുന്നു. 700 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ വലിയ താമസമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമായി 79 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. സർവകാല റെക്കോർഡുകളും തകർത്തുകൊണ്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. 800 കോടിയിലേക്ക് സിനിമ എത്തുന്നു. വരുന്ന ആഴ്ചയിലൂടെ എത്തുമെന്ന് ഉറപ്പിക്കുകയാണ്. 1000 കോടി എന്നുള്ള മാർജിനിലേക്ക് സിനിമ തീർച്ചയായും എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള ലെവലിൽ തന്നെ സിനിമ പോകുന്നു. നോർത്ത് ഇന്ത്യയിൽ ഭീകര തിരക്കാണ് സിനിമയ്ക്ക്. അതുകൂടാതെ കേരളം ആകെ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഒരു ഇടിവ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഭീകര തിരക്ക് എന്ന് തന്നെ പറയാം. കേരളത്തിൽ 50 കോടിയിലേക്ക് എത്താൻ പോകുന്നു. തമിഴ്നാട്ടിലും ആ റേഞ്ചിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി നമുക്ക് ഫെമിനിച്ച് ഫാത്തിമയുടെ കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് വരാം. ഫൈസൽ മുഹമ്മദിൻ്റെ ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമായി മാറി. ഇന്നും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. 4ാം ദിനമായ ഇന്ന് സിനിമയ്ക്ക് നമുക്ക് നല്ല ഒരു കളക്ഷനാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം 74 ഷോകളാണുള്ളത്. 2,500-ഓളം ഷോകൾ വിറ്റുപോയപ്പോൾ 3,18,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നും വന്നിരിക്കുന്നത്. സ്റ്റഡി കളക്ഷനാണ്. എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. ഞായറാഴ്ച 4.25 കോടിക്ക് മുകളിൽ വന്ന സിനിമ ട്രാക്കിങ്ങിലൂടെ മാത്രം 15 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ്. അതായത് 25 ലക്ഷം രൂപയ്ക്കടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നത്. ഒരു കുഞ്ഞൻ ചിത്രത്തിൻ്റെ ഗംഭീര വിജയമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലത്തിനേക്കാൾ അല്ലെങ്കിൽ കൂടുതലാണ് സിനിമയുടെ ഇന്നത്തെ ഒക്യുപ്പൻസിയായി കാണുന്നത്. അതായത് പയ്യെ ആളിക്കത്തുന്നു ഈ ഒരു ചിത്രം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. അങ്ങനെ ഗംഭീര വിജയത്തിലേക്ക് ഈ ഒരു സിനിമ പോവുകയാണ്. സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാവുന്നതാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 300 കോടി അടിച്ചിട്ടും അനങ്ങാതിരിക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാം. സാധാരണ സിനിമകൾ 25 കോടി അടിച്ചാലും ഇവിടെ ഗംഭീര പടക്കം പൊട്ടിക്കലുണ്ടെങ്കിൽ ദുൽഖർ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയില്ല. കാരണം ഈ ഒരു സിനിമ 300 കോടി കടന്നിട്ടും യാതൊരു അനക്കവുമില്ല. എല്ലാവരും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവസാനം രാത്രി 12 മണിക്ക് കൊണ്ടുവന്നിട്ട് ഒരു 300 കോടി അടിച്ചു എന്നൊരു പോസ്റ്റ് മാത്രമാണ് ദുൽഖർ ഇട്ടിരിക്കുന്നത്. ഇന്ന് 396 ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 6,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്ന് വരുമെന്നുള്ളതാണ്. 47ാം ദിനവും സിനിമയ്ക്ക് മികച്ച രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നു. 110.51 കോടിയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് 122 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുന്നു. UAEയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രമായി മാറിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 301 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. 301 കോടി 8 ലക്ഷം രൂപയോളമാണ് ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് വരുന്നത്. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നു 310-15 കോടിയിലേക്ക് സിനിമ എത്തും ഫൈനലായിട്ടുള്ളത്. കാരണം സിനിമ ഒരു പക്ഷേ 100 ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഓടാൻ ഏറെ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും അടുത്ത 15 ദിവസവും കൂടെ OTTയിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. 23 എന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനോടകം തന്നെ ഏറ്റവും കൂടുതൽ ഷോ കൗണ്ട് ഉള്ള ചിത്രവും ഏറ്റവും കൂടുതൽ ഫുട്ഫോൾ ഉള്ള ചിത്രവുമായി മാറി. അതേപോലെ തന്നെ ലോങ് റണ്ണിലും സിനിമ
ഈ ഒരു സമീപകാലത്തെ റെക്കോർഡ് ഇടുകയാണ്. 50 ദിവസം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് സിനിമ എത്തുകയാണ്. ഏതായാലും 300 കോടി മലയാള സിനിമയ്ക്ക് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു സിനിമ അത്രത്തോളം ഭീകരമായിട്ടുള്ള കളക്ഷൻ നേടുകയാണെങ്കിൽ അതിന് ഒറ്റ പേര് തന്നെയുള്ളൂ, അത് ദുൽഖർ സൽമാൻ എന്ന് തന്നെയാണ്. കാരണം ഇത്ര മികച്ച ചിത്രം ഒരുക്കി തന്നതിന് എല്ലാവരും നന്ദി പറയുന്നു. ഒപ്പം ഇതിലെ ഓരോ വ്യക്തികളും അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. രാവണപ്രഭു തരംഗമായി തന്നെ മാറുകയാണ്. 4-ാം ദിവസമായ ഇന്നും 300ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 21 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 70 ലക്ഷം രൂപയോളം ആണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ 90 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്, 1 കോടിക്ക് തൊട്ടടുത്ത് എത്തിയിരുന്നു എന്നാണ് ഞായറാഴ്ചത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഒരു റീ റിലീസ് ചിത്രം ഇങ്ങനെ വേണം. ബാക്കിയുള്ള താരങ്ങൾ അവിടെ വെറുതെ മാറിയിരിക്കുമ്പോൾ മോഹൻലാൽ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടുപഠിക്കണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകരെ ഇക്കാര്യത്തിൽ സല്യൂട്ടടിച്ച് തന്നെ കഴിയുകയുള്ളൂ. കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോൾ കൈമെയ് മറന്ന് അവർ ഒരുമിക്കുകയും ഗംഭീരമാക്കുകയും ചെയ്യുകയാണ്. ഉത്സവ ലഹരിയിൽ ഈ ഒരു സിനിമ കൊണ്ടുപോവുകയാണ്. അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എന്താണ്, സൂപ്പർ താരങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുപഠിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ മോഹൻലാലിനൊപ്പം എത്താൻ എല്ലാവർക്കും പാട് തന്നെയായിരിക്കും. കാരണം അത് തന്നെയാണ് രാവണപ്രഭു നൽകുന്ന സന്ദേശവും. കേരളത്തിൽ നിന്ന് മാത്രമായി 1 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ട്രാക്കിങ്ങിലൂടെ തന്നെ 1,35,000 ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ദുബായിൽ പോലും അതിഗംഭീരമായിട്ടുള്ള തിരക്കായിരുന്നു. ബാംഗ്ലൂരിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു ഇന്നലെയൊക്കെ. ഇന്ന് രാവിലെ ഉള്ള ഷോകൾക്ക് തൃശ്ശൂർ ഒക്കെ ഷോകൾ ആഡ് ചെയ്യുന്നു രാവിലെ 7 മണിക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്. ഇതോടകം തന്നെ സിനിമ 3,20,00,000 രൂപ കടന്നിരിക്കുകയാണ്. 3.5 കോടിയിലേക്കുള്ള ഓട്ടത്തിലാണ് സിനിമ. എന്തായാലും വമ്പൻ സക്സസ് ആയി മാറുകയാണ് റീ റിലീസിലെ രാജാവായി മാറുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിഗംഭീരമായിട്ടുള്ള കുതിപ്പ്. ആദ്യ ദിനം 336 ഷോകളിൽ നിന്ന് 38,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 59 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നതെങ്കിൽ 2-ാം ദിവസം 370 ഷോകളിൽ നിന്ന് 38,500-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 61,16,000 രൂപയോളമാണ് സിനിമയ്ക്ക് 2-ാം ദിവസമായി നേടിയത്. ഞായറാഴ്ച ഞെട്ടിപ്പിക്കുന്ന കളക്ഷനായിരുന്നു. 373 ഷോകളിൽ നിന്ന് 44,500-ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 70 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാക്കിംഗ് കളക്ഷനും വരികയും ചെയ്തു. ഇന്ന് തിങ്കളാഴ്ചയും മികച്ച രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇത് മലയാള സിനിമയ്ക്ക് പുത്തൻ ഉണർവ് നൽകുകയാണ്. ഒരു റീ റിലീസ് ചിത്രമൊക്കെ ഇങ്ങനെ ആളിക്കത്തിക്കാമെങ്കിൽ, അതൊരു ആഘോഷ രാവൊരുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാകും. ഇനിയും ആലോചിക്കുക, ഇനിയുള്ള റീ റിലീസുകൾ വരുമ്പോൾ ഇതേപോലെ ഫാൻസിന് ആഘോഷിക്കാൻ വകുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഫ്ലെക്സും അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് വേണ്ടത് അതേ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത്ര വലിയ സംഭവമായി മാറും. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. ഇത് അങ്ങോട്ട് ആളിക്കത്തിച്ചാൽ അടുത്ത പടത്തിന് ഗംഭീര മൈലേജ് ഉണ്ടാകുമെന്നുള്ളത് സാമാന്യബോധം ചിന്തിച്ചാൽ മതി ഏത് സൂപ്പർ താരവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇവിടെ ഇത്രയും സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചോദിക്കുന്നു. റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡ് ഇട്ട് ഓരോ സിനിമയും മുന്നോട്ട് പോകുമ്പോൾ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. ചെറിയ സിനിമയാണ്, നല്ല ഒരു സിനിമ. ഓരോ ദിവസവും വളർന്ന് മികച്ച രീതിയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണാം, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.